കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വടക്ക് വെച്ചൂർ മുതൽ തെക്ക് തണ്ണീർമുക്കം വരെ വേമ്പനാട്ടുകായലിന് കുറുകെയുള്ള തണ്ണീർമുക്കം ബണ്ടിന്റെ നിർമ്മാണം 1958 ആരംഭിക്കുകയും 1975 പൂർത്തിയാക്കുകയും ചെയ്തു. കോട്ടയം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തണ്ണീർമുക്കം ബണ്ടിലൂടെയുള്ള യാത്ര ഒരു അനുഭവമാണ്. കുട്ടനാട്ടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുക, കൃഷി വ്യാപകമാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചത്. പ്രദേശത്തെ കൃഷി, കുടിവെള്ളം എന്നിവയുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായകമാണ് ബണ്ടിന്റെ നിലനിൽപ്പ്. വടക്ക് വെച്ചൂർ മുതൽ തെക്ക് തണ്ണീർമുക്കം വരെ വേമ്പനാട്ടുകായലിന് കുറുകെയുള്ള തണ്ണീർമുക്കം ബണ്ടിന്റെ നിർമ്മാണം 1958 ആരംഭിക്കുകയും 1975 പൂർത്തിയാക്കുകയും ചെയ്തു. 1976 മുതൽ പ്രവർത്തനക്ഷമമായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഡ് റെഗുലേറ്ററാണിത്. കുട്ടനാട്ടിലെ വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിർമ്മാണം. എങ്ങനെ നമ്മുടെ മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ആളുകൾ കൂടുതലുണ്ടോ? ഉണ്ട്. ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വൈകുന്നേരങ്ങളിലാണോ? വൈകുന്നേരങ്ങളിലല്ല, അത് സമയം പറയാൻ പറ്റില്ല. കാരണം വിദേശ ടൂറിസ്റ്റുകൾ എപ്പോഴും വരാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ നമ്മുടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ? ബോട്ടിംഗ് നന്നായിട്ട് നടന്നു പോകുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ടുകായലിന് കുറുകെ നിർമ്മിച്ച ബണ്ടിന്റെ ഷട്ടറുകൾ ഡിസംബർ മാസത്തിൽ താഴ്ത്തുകയും മെയ് മാസത്തിൽ ഉയർത്തുകയും ചെയ്യും. കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തണ്ണീർമുക്കം, വെച്ചൂർ വില്ലേജുകളെ ബന്ധിപ്പിച്ച് 1400 മീറ്റർ നീളമുള്ള ബണ്ട് നിർമ്മിച്ചത്. 1958 ബണ്ടിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർത്തിയായത് 1975 470 മീറ്റർ വീതം നീളമുള്ള ബണ്ടിന്റെ പടിഞ്ഞാറ് കിഴക്ക് ഭാഗങ്ങളിൽ ഇരുവശങ്ങളിലും 31 ഷട്ടറുകളാണുള്ളത്. ഈ ഭാഗങ്ങളുടെ നിർമ്മാണം 1967 പൂർത്തിയായി. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട്ടിൽ നെൽകൃഷി വ്യാപകമായതോടെയാണ് വേമ്പനാട്ടുകായലിന് കുറുകെ ബണ്ടെന്ന ആശയം ഉയർന്നത്. വേമ്പനാട്ടുകായലിന് സമീപമുള്ള ഭൂരിഭാഗം കൃഷിസ്ഥലങ്ങളും പണ്ട് വെള്ളം കയറിക്കിടന്ന ഭാഗങ്ങളാണ്. ഇവിടെ നികത്തിയാണ് ഇന്ന് കാണുന്ന പല സ്ഥലങ്ങളും കൃഷിയിടങ്ങൾ ഉണ്ടാക്കിയത്. അതിനാൽ തന്നെ വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ്. വേനൽക്കാലത്ത് കൃഷിയിടങ്ങളിൽ കടൽ വെള്ളം കയറുന്നത് പതിവായിരുന്നു. കായൽ ജലവും ഉപ്പ് കലർന്ന കടൽ വെള്ളവും കൂടിച്ചേർന്നുള്ള വെള്ളം പ്രദേശത്തെ കൃഷിയെ ബാധിക്കുകയും കൃഷിയിറങ്ങുന്നതിന് മഴയുടെ സമയം ആശ്രയിക്കേണ്ടതും വന്നു. ഇതോടെയാണ് ബണ്ടെന്ന ആശയത്തിലേക്ക് സർക്കാർ എത്തുന്നതും